ഹാട്രിക്ക് 50 കോടിയുമായി ലാലേട്ടൻ. അതെ, ഈ വർഷം ലാലേട്ടൻ്റെ മൂന്നാമത്തെ 50 കോടി ചിത്രമായിട്ട് ഹൃദയപൂർവ്വം മാറിയിട്ടുണ്ട്. അപ്പുറത്ത് ലോക പോലൊരു വമ്പൻ ക്ലാഷ് റിലീസ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 70 കോടി 80 കോടി റേഞ്ചിൽ സിനിമയ്ക്ക് കളക്ഷൻ ഈ ഒരു സമയത്ത് ഉണ്ടാകുമായിരുന്നു. എന്തായാലും ആ ഒരു സിനിമയുമായിട്ടൊക്കെ ക്ലാഷ് വെച്ചിട്ടും ഹൃദയപൂർവ്വം 50 കോടി ക്ലബിലേക്ക് എത്തിയെന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ആദ്യമായിട്ടാണ് ഒരു നടന് മലയാളത്തിൽ 50 കോടി ചിത്രങ്ങളൊക്കെ ഒരേ വർഷത്തിലുണ്ടാകുന്നത്. വേൾഡ് വൈഡായിട്ട് 50 കോടി രൂപ സിനിമ കളക്ഷൻ നേടിയപ്പോൾ കേരളത്തിലെ 7 ദിവസം കൊണ്ട് 17 കോടി 40 ലക്ഷം രൂപയാണ് ഹൃദയപൂർവ്വം സിനിമയുടെ കളക്ഷൻ. വിസ്മയ മോഹൻലാലും ലാലേട്ടനും ഒന്നിക്കുന്ന തുടക്കം എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ സിനിമയിൽ ചെറിയൊരു ക്യാമിയോ റോൾ അല്ലെന്നും ഏകദേശം 30 ദിവസത്തോളം ഡേറ്റാണ് ലാലേട്ടൻ സിനിമയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളതെന്നും ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രത്തിൽ വിസ്മയ മോഹൻലാലിനോടൊപ്പം മെയിൻ റോളിൽ തന്നെയാണ് ലാലേട്ടൻ വരാൻ പോകുന്നതെന്നും ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഇതൊരു ഇടിപ്പടമായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ തൊടുപുഴയിലാണ്. ഛോട്ടാ മുംബൈ പോലെ റീ റിലീസിന് ശേഷം വലിയൊരു ഓണം തിയേറ്ററുകളിൽ സൃഷ്ടിക്കാൻ ചാൻസ് ഉള്ളൊരു സിനിമയാണ് രാവണപ്രഭു. രാവണപ്രഭു സിനിമയുടെ റീ റിലീസ് ഉടനെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ മാറ്റിനി നൗ ഒരു സൂചന നൽകിയിട്ടുണ്ട്. അതുപോലെ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ നാളെ തിരുവോണ ദിനത്തിൽ വൈകിട്ട് 6:30 മാറ്റിനി നൗവിൻ്റെ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്യും.